ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡൾട്ട് ആൻഡ് ചിൽഡ്രൻ. അതായത് അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. എന്നിട്ട് അത് നിങ്ങൾ ഗോ ത്രൂ ചെയ്തിട്ട് അതിൻ്റെ പഠിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നിങ്ങൾ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്തപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. അപ്പം പീഡിയാട്രിക് നഴ്സിംഗ് നമ്മൾ പ്രോപ്പർലി ഡിസീസ് കണ്ടീഷനുള്ള ഒരു കുട്ടിയുടെ കാര്യം പഠിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദ അഡൾട്ട് പേഴ്സൺ എന്നുള്ള മനസ്സിലാക്കണം. കാരണം നമ്മൾ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിലൊക്കെ നമ്മൾ ഒത്തിരി അഡൾട്ടിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും പഠിക്കുന്നത്. അനാറ്റമി ആൻഡ് ഫിസിയോളജി ആൻഡ് സൈക്കോളജി, അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൂടുതലും പഠിക്കുന്ന അനാറ്റമിയും ഫിസിയോളജിയും എല്ലാം തന്നെ അഡൾട്ടിനെ ബേസ് ചെയ്തല്ലേ പഠിച്ചേക്കുന്നത്. പക്ഷേ പീഡിയാട്രിക്സിലേക്ക് വരുമ്പം കുട്ടികളുടെ അനാറ്റമിയിലും ഫിസിയോളജിയും ഒക്കെ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പം അവരുടെ ഡിസീസ് കണ്ടീഷൻ്റെ പത്തോഫിസിയോളജി എല്ലാം ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ചിൽഡ്രൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി. അപ്പം ബേസിക്കായിട്ട് അവരുടെ അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്താണ്, അത് അഡൽട്ടിൽ നിന്ന് എത്രമാത്രം മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് മെയിൻലി നമ്മൾ ഇൻക്ലൂഡ് പഠിക്കേണ്ട കാര്യം അനാറ്റമിക്കൽ ഡിഫറൻസ്, ഫിസിയോളജിക്കൽ ഡിഫറൻസ്, സൈക്കോളജിക്കൽ ഡിഫറൻസ്, പിന്നെ അവരുടെ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട്, പിന്നെ അവരുടെ ബയോകെമിക്കൽ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ തെർമോ റെഗുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെല്ലാം ഡിഫറൻസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ പഠന വിഷയം. അതിനകത്ത് നിങ്ങൾ ഇന്നലെ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം അത് നമുക്ക് ഈ 3 ഹെഡിങ്സിൽ ഡിവൈഡ് ചെയ്തൊന്ന് പഠിച്ച് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതായത് അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫറൻസ് ആദ്യം പഠിക്കണം, പിന്നെ സൈക്കോളജിക്കൽ ഡിഫറൻസ് പഠിക്കണം, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൽനെസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്. അതായത് ഈ കുട്ടികളും പ്രായപൂർത്തിയായവരും രോഗികളാകുമ്പോൾ അത് അന്നേരം അവരുടെ 2 പേരുടെയും, അതായത് കുട്ടികളുടെയും പ്രായപൂർത്തിയായവരുടെയും ഡിസീസിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു ഹാർട്ട് ഡിസീസ് തന്നെ എടുത്താൽ അതിനകത്ത് അഡൾട്ടിൻ്റെ ഹാർട്ട് ഡിസീസിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, കുട്ടികളുടെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഇതിലെല്ലാം തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഏതൊക്കെ രോഗങ്ങളാണ് കുട്ടികൾക്ക് കൂടുതലായിട്ട് വരുന്നത്, പ്രായപൂർത്തിയായവർക്ക് കൂടുതലായിട്ട് വരുന്നത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നലത്തെ നോട്ട് അത് ഞാൻ എല്ലാ സിസ്റ്റം വൈസും ഒക്കെ ഉള്ളത് ഞാൻ നോട്ട് തന്നായിരുന്നു. കാരണം അതൊത്തിരി ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് അനാറ്റമി ആൻഡ് ഫിസിയോളജിയൊക്കെ നമുക്ക് അറിയാവുന്നവരാണ്. അപ്പോൾ ബേസിക് തിങ്സ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് കുട്ടികളിൽ എങ്ങനെ ഡീവിയേറ്റ് ചെയ്തു പോയെന്ന് മാത്രമേ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലേ. പീഡിയാട്രിക്സിൽ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് അഡൾട്ട് എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. നമ്മൾ അഡൾട്ട് റിലേറ്റഡ് പത്തോഫിസിയോളജി അല്ലേ പഠിക്കുന്നത്. അതേസമയം കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പം അവരുടെ പത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ അതായത് ചിൽഡ്രൻ റിലേറ്റഡ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ആയിരിക്കും. അപ്പം ബേസിക്കലി വാട്ട് ഈസ് ദ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് ദി ചിൽഡ്രൻ എന്നുള്ളത് നമുക്കറിയണം. ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ അഡൾട്ട് എന്നുള്ളതും അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ചൈൽഡ് കെയർ കൊടുക്കുമ്പം അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഫക്റ്റീവായിട്ടും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ അനാറ്റമിക്കൽ ഡിഫറൻസ് നോക്കാലോ. അതായത് അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫറൻസിൽ മെയിൻലി ഉള്ളത് ദ ഗ്രേറ്റർ സൈസ് ആൻഡ് വെയിറ്റ് എന്നുള്ളതിന് തെറ്റായിട്ട് ഇതിലിരിക്കുന്നത് ഗ്രേറ്റർ സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് ന്യൂ ബോൺ ഹെഡ്. അതായത് കൊച്ചു കുട്ടികളുടെ ന്യൂ ബോണിൻ്റെ ഹെഡ് എടുത്താൽ അവരുടെ ഹെഡിൻ്റെ സൈസും വെയിറ്റും കമ്പയറിങ് ടു ദ ബോഡി കൂടുതലാണ്. ഇപ്പോൾ ഒരു അഡൾട്ടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അഡൾട്ടിൻ്റെ ബോഡി വെയിറ്റുമായിട്ടും ബോഡിയുടെ ടോട്ടൽ സൈസുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് അഡൾട്ടിൻ്റെ ഹെഡ്. പക്ഷേ ഒരു ന്യൂ ബോൺ എന്ന് പറയുമ്പം അതിൻ്റെ ഹെഡ് അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഗ്രേറ്റർ ഇൻ സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് ദി ന്യൂ ബോൺസ് ഹെഡ്. ഓക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ചിൽഡ്രൻ ഹാവ് ലാർജർ ബോഡി സർഫസ് ഏരിയ. അതും ഇതുപോലെ തന്നെയാണ്. അതായത് അവരുടെ ആ പ്രായവുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അവരുടെ ബോഡി സർഫസ് ഏരിയ കമ്പയറിങ് ടു ദ അഡൾട്ട് എന്ന് പറയുമ്പോൾ അത് കൂടുതലാണ്. കമ്പയറിങ് ടു ദ അഡൾട്ട് ബോഡി സർഫസ് ഏരിയ കൂടുതലാണ്. ഓക്കെ, അതാണ് വേറൊരു ഡിഫറൻസ്. ഇനി അടുത്തത് സെൽ ഡിവിഷൻ മോർ റാപ്പിഡ്. മനസ്സിലായോ? അതായത് നമുക്കറിയാമല്ലോ, നമ്മുടെ ബോഡിയിൽ എപ്പോഴും സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് സെൽസ് ഡിസ്ട്രോയിഡ് ആവുന്നുണ്ട്. അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ പുതിയ സെല്ലുകൾ ഉണ്ടാകണം. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അഡൾട്ട് എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായ ആൾക്കാരാകുമ്പം അയാളുടെ ബോഡിയിലുണ്ടാകുന്ന സെൽ ഡിവിഷനെക്കാട്ടിലും വളരെ റാപ്പിഡായിട്ടാണ് കുട്ടികളിലെ സെൽ ഡിവിഷൻ നടക്കുന്നത്.
എന്തുകൊണ്ടാണ്? കാരണം അവർ കുട്ടികളാണ്, അവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ട്, അവർ വലുതാകണം, പല പല ഓർഗൻസ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ ഗ്രോയിങ് സ്റ്റേജിലാണ്. അതുകൊണ്ട് അവരുടെ സെൽ ഡിവിഷൻ വളരെ റാപ്പിഡായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് വേറൊരു കാര്യം. പിന്നെ അടുത്തത് നോർമൽ ഷേപ്പ് ഓഫ് ഹെഡ് ആൻഡ് ചെസ്റ്റ് ക്യാൻ ബി ഓൾട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹെഡിൻ്റെയും ചെസ്റ്റിൻ്റെയും ഷേപ്പ് മാറാം ഡ്യൂ ടു ദ കംപ്രഷൻ ഒക്കറിങ് ഓൺ ദാറ്റ്. അതേസമയം അഡൾട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു കുട്ടിയെ എപ്പോഴും തന്നെ സൈഡ് ലൈൻ പൊസിഷനിൽ കിടത്തുവാണെങ്കിൽ അത് ആ കുട്ടിയുടെ സല്ലയുടെ ഏതെങ്കിലും സൈഡിൽ കൂടുതൽ കംപ്രഷൻ കൊടുക്കും. അതുപോലെ തന്നെ ചെസ്റ്റിനും കൂടുതൽ കംപ്രഷൻ കൊടുക്കും. അപ്പോൾ ഈ ബോണൊന്നും നല്ലപോലെ ഫോംഡ് അല്ല, കാൽസിഫിക്കേഷൻ ഒന്നും പ്രോപ്പർലി നടന്നിട്ടില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഏത് സൈഡിലാണോ കൂടുതൽ പ്രഷർ കിട്ടുന്നത് ആ പ്രഷറിൻ്റെ ഇഫക്റ്റ് കൊണ്ട് കുട്ടിയുടെ ചെസ്റ്റിലും ഹെഡിലും ഷേപ്പിന് വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ പഴയ ആൾക്കാരൊക്കെ പിന്നെ കൊച്ചു കുട്ടികളെ കാണുമ്പോൾ പറയും കുഞ്ഞിനെ എപ്പോഴും ഒരു സൈഡിലോട്ട് മാത്രം കിടത്തരുതെന്നൊക്കെ യങ്സ്റ്റേഴ്സിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത് അവരുടെ ആ പ്രാക്ടീസിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അത് സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എപ്പോഴും ഒരേ സൈഡിൽ തന്നെ കുഞ്ഞിനെ കിടത്തിയാൽ ആ സൈഡ് കംപ്രഷൻ കൊണ്ട് ആ സൈഡിൽ ഹെഡിൻ്റെ ഷേപ്പ് നീണ്ട രൂപത്തിലോ ഒക്കെ ആയി പോകാൻ കാരണമുണ്ട്. അതാ പറയുന്നത് ദ സ്കൾ the normal shape the head and chest can be altered because of the pressure. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് സ്ട്രക്ചർ ഓഫ് ലാക്രിമൽ ഡക്റ്റ്. അതായത് ലാക്രിമൽ ഡക്റ്റും ഒന്നും വെൽ ഫോംഡ് അല്ല കുട്ടികളിൽ. അഡൽട്ട് മറ്റേ പ്രായപൂർത്തിയാകാറാകുമ്പോഴേ അതൊക്കെ വെൽ ഫോംഡ് ആകത്തുള്ളൂ. ഗ്ലാൻഡും ഡക്റ്റിനും ആ വ്യത്യാസമുണ്ട്. ദേ ആർ നോട്ട് വെൽ ഫോംഡ്. പിന്നെ നേസൽ പാസേജ് നോക്കിക്കഴിഞ്ഞാൽ അവർ നേസൽ പാസേജ് വളരെ ചെറുതായിരിക്കും. അതായത് എന്ന് വെച്ചാൽ നേസൽ പാസേജ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഫ്രം ദ സ്റ്റാർട്ടിങ് ഓഫ് ദ നോസ് വിച്ച് ലീഡ്സ് ടു റെസ്പിറേറ്ററി ട്രാക്റ്റ്. അപ്പോൾ അവരുടെ ആ സ്മോൾ നേസൽ പാസേജ് ആയിരിക്കും കുട്ടികൾക്ക്. ഓക്കെ, കമ്പയറിങ് ടു ദ അഡൽട്ട്. പിന്നെ ലാർജ് ടങ്ങിൻ്റെ കാര്യം എടുത്താൽ ടങ് ഈസ് ലാർജ് ആൻഡ് ഓറൽ ക്യാവിറ്റി ഈസ് സ്മോൾ വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് അഡൽട്ട്. ഓക്കെ, ദ ഇൻഫൻറ്റ് എസ്പെഷ്യലി ദ ടങ്, ഇൻഫൻറ്റിലാണിത് കൂടുതലും. ടങ് ഈസ് ലാർജ് ആൻഡ് ദ ഓറൽ ക്യാവിറ്റി ഈസ് സ്മോളർ. പിന്നെ അടുത്തത് അവർ യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രോട്ടിലുള്ള ഒരു കണക്റ്റിംഗ് ബോഡിയാണ് ഫ്രം ത്രോട്ട് ടു ഇയർ ആൻഡ് ഓൾ. അപ്പോൾ ഈ യൂസ്റ്റേഷൻ ട്യൂബും കുട്ടികളിൽ അല്ലെങ്കിൽ എസ്പെഷ്യലി ചിൽഡ്രനും ന്യൂ ബോണിലും അഡൽറ്റും ഒക്കെ വളരെ ചെറുതായിരിക്കും. യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഷോർട്ട് ആൻഡ് സ്ട്രെയിറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതലും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടായാൽ അവർക്ക് പെട്ടെന്ന് അത് ഇയറിലോട്ട് സ്പ്രെഡ് ചെയ്ത് ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ളൊക്കെ സാധ്യത കൂടുതലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യൂസ്റ്റേഷൻ ട്യൂബ് സ്ട്രെയിറ്റും ഷോർട്ടുമാണ്. ഓക്കെ. പിന്നെ അടുത്തത് ട്രക്കിയയുടെ കാര്യം പറഞ്ഞാൽ ട്രക്കിയ ആണെങ്കിലും ഷോർട്ട് ആൻഡ് നാരോ ആണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഫോറിൻ ബോഡി ആസ്പിറേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിനൊക്കെ കാരണമാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ട്രക്കിയ നാരോയും ഷോർട്ടുമാണ്. ഓക്കെ. പിന്നെ ഇനി സ്കിന്നിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിൽഡ്രൻ ഹാവ് തിന്നർ സ്കിൻ ദാൻ അഡൽട്ട് ആൻഡ് ദെയർ ഡെർമിസ് ഈസ് തിന്നർ ആൻഡ് അണ്ടർ കെരറ്റിനൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് കെരാറ്റിൻ എന്ന് പറയുന്ന ബ്ലാക്ക് കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആവശ്യത്തിന് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈപ്പർ കെരറ്റിനൈസ്ഡ് ആണ്. പിന്നെ അവരുടെ ഡെർമിസ്, അത് നമുക്കറിയാം സ്കിന്നിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പിഡെർമിസ്, ഡെർമിസ്, അങ്ങനെ പല പല ലെയേഴ്സ് ഉണ്ട്. അതിൽ ഡെർമിസ് എന്ന് പറയുന്ന ലെയർ കുട്ടികളുടേത് വളരെ തിന്നായിരിക്കും. പിന്നെ ആവശ്യത്തിന് മെലാനിൻ പിഗ്മെൻറ്റ് കാണത്തുമില്ല. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ കെരറ്റിനൈസ്ഡ്. അതാണ് വേറെ ഒരു വ്യത്യാസം. ഇനി നമ്മൾ ഫിസിയോളജിക്കൽ ഡിഫറൻസിനകത്ത് മെയിൻലി നോക്കുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. അപ്പോൾ ആ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഹാർട്ട് സൗണ്ട്സ് വളരെ ഹൈ പിച്ചിലായിരിക്കും കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് വളരെ വേരി ചെയ്യും. അതായത് വേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രായത്തിനനുസരിച്ച് ഇൻഫൻസിയിലെ പോലെ ആയിരിക്കത്തില്ല. ടോട്ടലർ പീരീഡിൽ ഇൻഫൻസി വളരെ റാപ്പിഡ് റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ റേറ്റ് ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് 140 പെർ മിനിറ്റ് അങ്ങനെയൊക്കെ കിട്ടും. നമുക്കറിയാം നോർമൽ എന്ന് പറയുന്നത് നമ്മൾ 72 അല്ലെങ്കിൽ 70 പെർ മിനിറ്റ് എന്നൊക്കെ അഡൽട്ട്സിന് വെച്ചേക്കുന്നത്. അതിൽ എത്രയോ വ്യത്യാസമായിട്ടാണ് കുട്ടികൾക്ക് ഹാർട്ട് റേറ്റ് എന്ന് പറയാം. അത് ഇൻഫൻസിയിൽ നിന്ന് പിന്നെയും കുറഞ്ഞ്
പിന്നെ കുറഞ്ഞ് ടോട്ടലി കുറഞ്ഞ് അങ്ങനെ ഓരോ സ്റ്റേജിൽ കൂടെ അവർ കടന്നു പോകുമ്പോൾ ഹാർട്ട് റേറ്റ് കുറഞ്ഞ് വന്ന് പിന്നെയാണ് അത് 70-ലും റേഞ്ചിങ് ബിറ്റ്വീൻ 70 and 80 ഒക്കെ ആകുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഹാർട്ട് റേറ്റ് വേരിയേഷൻ ഈസ് ഓൾസോ കോമൺ ആൻഡ് ഇറ്റ് ഹാസ് എ ഹയർ റേഞ്ച് ഓഫ് 140 to 160 ഇൻ നിയോനേറ്റ്സ്. കുട്ടികൾ ഉണ്ടാകുന്ന സ്റ്റേജിനാണ് നിയോനേറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ആദ്യത്തെ 4 ആഴ്ചയ്ക്ക് നിയോനേറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ആ പീരീഡിൽ നോർമൽ ഹാർട്ട് റേറ്റ് കുട്ടികളുടെ 140 തൊട്ട് 160 വരെയാണെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് കൂടുതലാണെന്ന് നോക്കി. അത് കഴിഞ്ഞ് കുറേ കൂടെ അവരുടെ പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഹാർട്ട് റേറ്റിൻ്റെ റേറ്റ് കുറഞ്ഞ് വന്ന് പിന്നെയാണ് അവർ അഡൽട്ടിലാകുമ്പോഴത്തേക്ക് 72 ഒക്കെ ആകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഹാർട്ട് റേറ്റ് വേരിയേഷൻസ് ആർ വെരി കോമൺ. പിന്നെ ബ്ലഡ് പ്രഷർ വേരിയേഷൻ കോമൺ ഇൻ ഇൻഫൻസിയിലും അതുപോലെ തന്നെ BP-യുടെ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്പാൻ ഓഫ് RBC ഇൻ ന്യൂ ബോൺ ആൻഡ് ബ്ലഡ് വോളിയം, ഇതിനകത്തും എല്ലാം. പിന്നെ RBCയുടെ കാര്യം എടുത്താൽ തന്നെ RBC മാക്രോസൈറ്റിക് ആയിരിക്കും. മാക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് വലുതായിരിക്കും RBCയുടെ വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് RBC ഓഫ് ദി അഡൽട്ട്. പിന്നെ സ്പാൻ ഓഫ് RBC എന്ന് പറഞ്ഞാൽ 80 days ആണ്. പക്ഷേ മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-ൽ കൂടുതലൊക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് ലൈഫ് സ്പാൻ ഓഫ് ദി RBC. ഓക്കെ, അപ്പം ഇത്രയും വ്യത്യാസം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലുണ്ട്. ഹാർട്ട് സൗണ്ട് ഹൈ പിച്ച് ആണ്. പിന്നെ ഹാർട്ട് റേറ്റിന് വേരിയേഷൻസ് കൂടുതലാണ്. ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് ഓൾസോ ഈസ് ഹൈ ആൻഡ് ഓൾസോ RBC മാക്രോസൈറ്റിക് ആണ്. പിന്നെ സ്പാൻ ഓഫ് RBC 80 days ആണ് കുട്ടികളിൽ. അതാണ് ഫിസിയോളജിക്കൽ ഡിഫറൻസ്. ഇനിയും അതായത് നമ്മൾ പറഞ്ഞല്ലോ RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 days ആണ് കുട്ടികളിൽ, അതായത് ന്യൂനേറ്റ്സിലൊക്കെ. അതേസമയം 120 days ആണ് അഡൽട്ടിൽ. ഓക്കെ, പിന്നെ ഇനിയും പറയാനുള്ളതെന്ന് വെച്ചാൽ ബ്ലഡ് വോളിയം ആണെങ്കിലും അവരിലെ 85 ml/kg ബോഡി വെയ്റ്റ്. അതേസമയം ഇൻ അഡൽട്ട്സിലാണ് 60 to 70 ml/kg ബോഡി വെയ്റ്റ് ആണ്. അത് നിങ്ങളുടെ ആ നോട്ടിനകത്തുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലേക്ക് പോകാം. അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ കാർഡിയാക് സ്ഫിൻക്റ്റർ ഓഫ് സ്റ്റൊമക്ക് ഈസ് റിലാക്സ്ഡ്. അതായത് റിലാക്സ്ഡ് എസ്പെഷ്യലി ഇൻ ഇൻഫൻസ്. അതായത് കാർഡിയാക് സ്ഫിൻക്റ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗിനിങ് സ്റ്റൊമക്കിനും ഈസോവാക്സും ചെയ്ത് കഴിയുമ്പോൾ കണക്ട് ചെയ്യുന്നിടത്തുള്ള ആ സ്ഫിൻക്റ്ററിനാണ് നമ്മൾ കാർഡിയാക് സ്ഫിൻക്റ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ സ്ഫിൻക്റ്റർ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും കുട്ടികളിൽ. അതുകൊണ്ടായിരിക്കും അവർക്ക് പെട്ടെന്ന് റീഗർഗിറ്റേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞിട്ട് ബർപ്പ് ചെയ്ത് എയർ എക്സ്പെൽ ചെയ്തിട്ട് മാത്രമേ കുട്ടികളെ കിടത്താവുള്ളൂ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അങ്ങനെ എയർ വെളിയിലോട്ട് പോകുമ്പോൾ റിലാക്സ്ഡ് ആണ് കാർഡിയാക് സ്ഫിൻക്റ്റർ. അതുകൊണ്ട് കൂടുതൽ സ്റ്റൊമക്കിലുള്ള എയർ കളഞ്ഞില്ലെങ്കിൽ ആ എയർ വെളിയിലോട്ട് പോകാനുള്ള ടെൻഡൻസിയിൽ ആ കൂട്ടത്തിൽ കഴിച്ച കുറേ പാലും ഒക്കെ കൂടെ കുട്ടികൾ വെളിയിലേക്ക് കളയും. അതിന് നമ്മൾ റീഗർഗിറ്റേഷൻ എന്നോ ഈ സാധാരണ ഭാഷയെ കുട്ടികൾ പാലെല്ലാം കവിട്ടിക്കളയുക എന്നൊക്കെ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ സ്റ്റൊമക്കിലുള്ള അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള പാല് മേളിലേക്ക് കൊണ്ടുവന്ന്, അതായത് കാർഡിയാക് സ്ഫിൻക്റ്റർ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവർ അതിനെ റീഗർഗിറ്റേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ കുട്ടികളുടെ ലിവർ ഇമ്മച്വർ ആണ്, പ്രത്യേകിച്ച് ന്യൂ ബോണിൽ. ആൻഡ് ഇറ്റ് ഓക്കുപ്പൈസ് എ ഹയർ പോർഷൻ ഓഫ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. ഇപ്പം നമ്മൾ കുട്ടിയുടെ അബ്ഡോമിൻ ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ കൂടുതൽ ഹെപ്പറ്റിക് പാൽപ്പിലേഷൻ, ലിവറാണ് നമുക്ക് പാൽപ്പേഷനിൽ എപ്പോഴും കിട്ടുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ വലിയൊരു ഭാഗം ലിവറാണ്. കാരണം ലിവർ ഇമ്മച്വർ ആണ്. അതുകൊണ്ട് ഇറ്റ് ഓക്കുപ്പൈസ് എ ലാർജർ പോർഷൻ ഓഫ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ലങ്സിന് ഇൻമെച്വർ ആയതുകൊണ്ട് പല ലിവർ ഫങ്ഷനും നടക്കത്തില്ല. അതായത് പിന്നെ ലിവർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫാക്ടറി ഹ്യൂമൻ ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ പല ഡീറ്റോക്സിഫിക്കേഷന് അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ അതിൻ്റെ ഡീറ്റോക്സിഫിക്കേഷന്, പോയിസൺ വന്നാൽ അതിൻ്റെ ഇൻഇഫക്റ്റീവ്നെസ്, ഇതെല്ലാം ലിവറിൻ്റെ ഫങ്ഷനാണ്. അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളിൽ ലിവർ ഇമ്മച്വർ ആയതുകൊണ്ട് നടക്കത്തില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, സ്റ്റൂൾസ് ഓഫ് ഇൻഫൻറ്റ്സ് ആൻഡ് ന്യൂനേറ്റ്സ് ആർ ലൂസ്. ഇതിനും കാരണം ഈ ലിവറിൻ്റെ ഇമ്മച്വർ ഫങ്ഷനാണ്. പല ഡൈജസ്റ്റീവിന് വേണ്ട പല എൻസൈംസും ഒന്നും അവിടെ വെൽ ഫോംഡ് അല്ല. അങ്ങനെ വരുന്നുണ്ടേ കുട്ടിയുടെ എപ്പോഴും ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റിൽ മൊബിലിറ്റി കൂടുതലായിരിക്കും.
അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ആണ് കൂടുതലും സ്റ്റൂൾ ഓഫ് ഇൻഫൻറ്റ്സ് ആൻഡ് ന്യൂനേറ്റ്സ് കൂടുതൽ ലൂസാകുന്നത്. അത് ഫോംഡ് ആകത്തില്ല. അങ്ങനെ ഫോംഡ് ആകുന്നതിന് വേണ്ട തരത്തിലുള്ള ഡൈജഷൻ ആയിരിക്കത്തില്ല എല്ലാ കുട്ടികളുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ നടക്കുന്നത്, ബിക്കോസ് ഓഫ് ദ ഇമ്മ്യൂരിറ്റി ഓഫ് ദി ലിവർ. ഓക്കെ. പിന്നെ ഇൻഫെക്ഷനോ ആൻഡ് ട്രോമ ഓഫ് ദി GI സിസ്റ്റം വെരി കോമൺ. അതായത് കുട്ടികളിലെ ഇൻഫെക്ഷനും GI സിസ്റ്റത്തിൻ്റെ ട്രോമയും ഇൻഫെക്ഷനും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അതായത് ഇൻഫെക്ഷനും ട്രോമ കൂടുതൽ വരാനുള്ള സാധ്യത കൂടിയുണ്ട്, ബിക്കോസ് ഓഫ് ദി ഇൻമെച്യൂരിറ്റി ഓഫ് ദി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്. പിന്നെ പറയാനുള്ളത് വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ലിവർ അപ്രോക്സിമേറ്റ്ലി 4% ഓഫ് ദി ബോഡി വെയ്റ്റ് ഇൻ ന്യൂ ബോൺ ആൻഡ് ചിൽഡ്രൻ നീഡ് അയൺ സപ്ലിമെൻറ്റ് ആസ് റിസർവ് ഈസ് ലെസ്. അതായത് ഗർഭത്തിൽ കിടക്കുമ്പോഴുള്ള കുറച്ച് അയൺ അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും ലിവറിൽ. ആ ലിവറിൽ അയൺ 6 മാസത്തേക്ക് മാത്രമേ കുട്ടികൾക്ക് തികയത്തുള്ളൂ. അപ്പോൾ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ കൂടുതൽ അയൺ കണ്ടെയ്നിങ് ഫുഡ് അവർക്ക് കൊടുക്കണം. ഓക്കെ. പിന്നെ ഇൻഫെക്ഷൻ ആൻഡ് ട്രോമ ഓഫ് GI ട്രാക്റ്റ് ഒക്കേഴ്സ് ഫ്രീക്വൻ്റ്ലി എസ്പെഷ്യലി ഇൻ ഇൻഫൻറ്റ്സ് ആൻഡ് ഇറ്റ് cause increased mobility of the stomach and intestinal tract, റിസൾട്ടിങ് ഇൻ വോമിറ്റിംഗ് ആൻഡ് ഡയറിയ. അതായത് ഇൻഫെക്ഷനും ട്രോമയും GI ട്രാക്റ്റിനും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ മൊബിലിറ്റി ഉണ്ടാകും. ഈ സിസ്റ്റത്തിൻ്റെ മൊബിലിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അത് കൂടുതൽ ഡയറിയയും വോമിറ്റിങ്ങും കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് നോട്ട് ചെയ്തിടണം. ഇതൊക്കെ ഗിവ് റീസൺസ് എന്നും പറഞ്ഞ് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യം എടുക്കുമ്പം അതായത് പ്രത്യേകിച്ചും റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ റെസ്പിറേറ്ററി റേറ്റ് ഈസ് ട്രാപ്പിഡ് ഇൻ ന്യൂ ബോൺ ആൻഡ് ഇൻഫൻറ്റ്സ്. അത് നമുക്കറിയാം. അതിന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അഡൽട്ടിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ടുള്ള റേറ്റാണ് കിട്ടുന്നത്. പിന്നെ എമൗണ്ട് ഓഫ് ഡെഡ് എയർ സ്പേസ് ഈസ് ലാർജർ ഇൻ നിയോനേറ്റ്സ് ആൻഡ് ഇൻഫൻറ്റ്. അതായത് കുട്ടി ഗർഭത്തിലായിരിക്കുമ്പോൾ അമ്മയിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടുന്ന ഒരു കുട്ടിയാണ്. അന്നേരം അതിൻ്റെ ലിവറൊന്നും ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അല്ലേ? കുട്ടി വെളിയിൽ വന്നു കഴിയുമ്പോൾ, ഡെലിവറി കഴിയുമ്പോൾ, കുട്ടി വെളിയിൽ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ബ്രീത്ത് എടുക്കുന്നത് ആദ്യം കുട്ടി കരയുമ്പോഴാണ്. അപ്പോൾ അന്നേരം ആദ്യത്തെ ബ്രീത്ത് എടുക്കുമ്പോൾ എയർ ചെന്ന് കുട്ടിയുടെ ലങ്സിൽ ചെന്നിട്ട് അതിനകത്ത് കിടക്കുന്ന ഫ്ലൂയിഡും ആംനിയോട്ടിക് ഫ്ലൂയിഡും ഒക്കെ തന്നെ കുറേശ്ശെ മാറ്റിക്കളഞ്ഞിട്ട് വേണം എയറിന് അതിനകത്ത് സ്പേസ് എടുത്ത് അവിടെ എയർ കയറി ആധിപത്യം സ്ഥാപിക്കാൻ, അല്ലേ? അപ്പോൾ അതുവരെയുള്ള ആ ലിക്വിഡ് സാധനങ്ങൾ, അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, ഗർഭാവസ്ഥയിൽ ഇപ്പോൾ എന്തൊക്കെയാണോ കുട്ടിയുടെ ലങ്സിലുള്ള ആ ഫ്ലൂയിഡെല്ലാം കുറേശ്ശെ മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഫ്ലൂയിഡൊന്നും കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ മാറ്റാൻ കഴിയാത്ത ഏരിയയാണ് ഡെഡ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം എമൗണ്ട് ഓഫ് ഡെഡ് എയർ സ്പേസ് ഈസ് ലാർജർ ഇൻ നിയോനേറ്റ്സ് ആൻഡ് ഇൻഫൻറ്റ്. പിന്നെ കുറേശ്ശെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കുട്ടികൾ ലങ്സിൻ്റെ കപ്പാസിറ്റി നല്ലപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ അതിനകത്തുള്ള ഫ്ലൂയിഡെല്ലാം വെളിയിലെടുത്ത് കളഞ്ഞിട്ട് പിന്നെ എയർ ഓക്കുപ്പൈ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഡെഡ് സ്പേസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയും. അപ്പം ഒരു നിയോനേറ്റ്സിലും ഇൻഫൻസിലും ഡെഡ് എയർ സ്പേസ് എപ്പോഴും കൂടുതലായിരിക്കും. മനസ്സിലായോ? പിന്നെ അടുത്തത് ലോ മ്യൂക്കസ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ലാക്ക് ഓഫ് പ്രൊട്ടക്ഷൻ. അതായത് റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഒരു മിനിമൽ ഡിഗ്രി ഓഫ് മ്യൂക്കസ് പ്രൊഡക്ഷൻ ഉണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലങ്സിനകത്ത് ഇങ്ങനെ അതിൻ്റെ സർഫസിലോട്ട് പറ്റി പിടിച്ചായിരിക്കാനും കൊളാപ്സ് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ മ്യൂക്കസ് മെംബ്രെയിൻ, മ്യൂക്കസ് പ്രൊഡക്ഷൻ. തന്നെയല്ല, നമുക്കറിയാമല്ലോ, നമുക്കിപ്പം എന്തെങ്കിലും കൂടുതൽ ചുമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഫം ഉണ്ടായിട്ട് നമ്മൾ തുപ്പിക്കളയുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ വളരെ കുറച്ച അളവിൽ ആവശ്യമാണ് ഒരു കുട്ടിയുടെ ലങ് ഫങ്ഷനിങ്. മനസ്സിലായോ? പക്ഷേ അത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് സ്ലോലി ഈ മ്യൂക്കസ് പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടാകത്തുള്ളൂ. അതേസമയം ജനിക്കുമ്പം തന്നെ മ്യൂക്കസ് പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് അതിനകത്തുള്ള ഫോറിൻ ബോഡിയൊക്കെ വെളിയിലോട്ട് കളയാനും ഒന്നും ഉള്ള ഒരു ഇഫക്റ്റ് കിട്ടാതെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ലോ മ്യൂക്കസ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ലാക്ക് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് അല്ലെങ്കിൽ ലങ്സിലോട്ടോ നമ്മളിപ്പോൾ എയർ ഇൻഹെയിൽ ചെയ്യുമ്പോൾ അതിനകത്ത് പൊടി പടലങ്ങളുണ്ടാകാം, പലതും കാണാം. അപ്പോൾ അതിനെയൊക്കെ വെളിയിൽ കളയാനുള്ള ഒരു സംവിധാനമാണ് റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മ്യൂക്കസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്.
അത് ആ മ്യൂക്കസ് പ്രൊഡക്ഷൻ ഫുൾ ടൈം ബേബി കഴിഞ്ഞ് കുറേശ്ശെ ലിവറിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് കുറേശ്ശെ ഉണ്ടാകുന്നതും അങ്ങനെ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ റെസ്പിറേറ്ററി ട്രാക്റ്റിന് കിട്ടുന്നതും അങ്ങനെ. പക്ഷേ ആദ്യം ബിഗിനിങ്ങിലാകുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ കുറവായിരിക്കും. അതാണ് പറയുന്നത് ലോ മ്യൂക്കസ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ലാക്ക് ഓഫ് പ്രൊട്ടക്ഷൻ ടു ദ ചിൽഡ്രൻ. പിന്നെ അടുത്തത് നാരോ എയർവേസ് ലീഡ് ടു ഒബ്സ്ട്രക്ഷൻ. അതായത് നേരത്തെ പറഞ്ഞല്ലോ ട്രക്കിയ തന്നെ നാരോ ആണെന്ന് പറഞ്ഞു. പിന്നെ ട്രക്കിയ ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ട് ബ്രോങ്കസ് ആകും, രണ്ടെണ്ണം ആകും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് ആകും. പിന്നെ ആ ബ്രോങ്കസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് സ്മോളർ ബ്രോങ്ക്യൂൾസ് ഒക്കെ ആകും. അപ്പോൾ ഇതിനെല്ലാം തന്നെ നാരോനെസ് ആണ് വെൻ കമ്പയറിങ് ടു ദ അഡൾട്ട് ബ്രോങ്കസ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് നാരോ എയർവേസ് ലീഡ് ടു ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് എയർ ആവശ്യത്തിന് സഫീഷ്യൻ്റായിട്ട് ഇൻഹേൽ ചെയ്യാനുള്ള കഴിവ് കുറച്ച് കുറവായിരിക്കും കമ്പയറിങ് ടു ദ അഡൽട്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ നമ്മൾ ഫോറിൻ ബോഡി അങ്ങനെയുള്ള കളിപ്പാട്ടമൊക്കെ കൊടുക്കുമ്പോൾ കുട്ടി എന്തെങ്കിലും എടുത്ത് സോളോ ചെയ്യാനോ മൂക്കിൽ കൂടെ കയറി പോകാനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാതെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഓൾറെഡി അവരുടെ റെസ്പിറേറ്ററി ട്രാക്റ്റ് വെരി നാരോ ആണ്. ബ്രോങ്കസും ബ്രോങ്ക്യൂളും ഒക്കെ തന്നെ ട്രക്കിയായും ഒക്കെ നാരോ ആണ്. അപ്പം വളരെ കുറച്ച് എയറേ അത്യാവശ്യത്തിനുള്ള എയറേ അതിൽ കൂടെ കയറി പോകുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം അതിനെ വീണ്ടും ഒബ്സ്ട്രക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ. പിന്നെ ലാർജർ ടോൺസിൽസ് ആൻഡ് അഡിനോയിഡ്സ് പ്രൊഡ്യൂസ് ഇമ്മ്യൂൺ ബോഡീസ്. അതായത് കുട്ടികളിലെ ടോൺസിൽസും അഡിനോയിഡ്സും എപ്പോഴും വലുതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗൻസാണ് ടോൺസിൽസും അഡിനോയിഡ്സും. അപ്പോൾ അവിടെ കൂടുതൽ ഇമ്മ്യൂൺ ബോഡീസ്, WBC പ്രൊഡക്ഷൻ ഇതൊക്കെ അവിടെയാണ് നടക്കുന്നത്. ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലേ ടോൺസിൽസ് അഡിനോയിഡ്സും ഒക്കെ. അത് നമ്മൾ അനാറ്റമി ഫിസിയോളജിയിലും പഠിക്കുന്ന. അപ്പോൾ അവിടെയാണ് റെറ്റിക്കുലോ എൻഡോത്തലിയൽ സിസ്റ്റം എന്ന് പറയുന്ന ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമായതുകൊണ്ടും WBC പ്രൊഡക്ഷന് അതുപോലെ തന്നെ ഇമ്മ്യൂൺ ബോഡി പ്രൊഡക്ഷന് ഇതൊക്കെ തന്നെ ടോൺസിൽസും അഡിനോയിഡ്സും കൂടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വലുതായിട്ടിരുന്നാൽ മാത്രമേ ഈ ജോലികളൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ കുട്ടികളിൽ എപ്പോഴും ടോൺസിൽസും അഡിനോയിഡ്സും ലാർജർ ആയിരിക്കും കമ്പയറിങ് ടു ദ അഡൽട്ട്. മനസ്സിലായി? അപ്പോൾ കമ്പയറിങ് ടു അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽട്ട് ആയി കഴിയുമ്പോൾ കുറേ കൂടെ റെസിസ്റ്റൻസ് പവറും ഇമ്മ്യൂൺ ബോഡീസും ഒക്കെ അവർക്ക് കൂടുതലുണ്ട്. പ്രൊട്ടക്റ്റീവ് മെക്കാനിസം നല്ല വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആകും. അപ്പോൾ അവരും അഡൾട്ട്സിന് അങ്ങനെ വലിയ ടോൺസിൽസിൻ്റെ അഡിനോയിഡ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം കുട്ടികൾ എന്ന് പറയുന്നത് അവർ ഗ്രോയിങ് സ്റ്റേജിലാണ്. അവർക്ക് ഇമ്മ്യൂൺ ബോഡീസിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് ദി ബോഡി ഫ്രം ഇൻഫെക്ഷൻ, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് മോർ WBC ഇതെല്ലാം അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ജോലി ചെയ്യണമെങ്കിൽ അവർ വലിയ ആൾക്കാരായിട്ട് ഇരുന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ലാർജർ ടോൺസിൽസും അഡിനോയിഡ്സും കുട്ടികൾക്കുള്ളത്. ഓക്കെ. പിന്നെ അടുത്തത് ഇനി ഇൻറ്റഗുമെൻ്ററി സിസ്റ്റം. ഇൻറ്റഗുമെൻ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സ്കിന്നാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇനാക്റ്റീവ് സെറ്റ് ഗ്ലാൻസ് ഫ്രം ബർത്ത് ടു പ്രീ സ്കൂൾ ഇയേഴ്സ്. അതായത് അവരുടെ സെറ്റ് ഗ്ലാൻസ് വളരെ ഇനാക്റ്റീവ് ആയിരിക്കും. ബർത്ത് ടൈമിൽ വളരെ ഇനാക്റ്റീവാണ്. പിന്നെ കുറേശ്ശെ കൂടി വരുന്നത് പ്രീ സ്കൂൾ ഏജൊക്കെ ആകുമ്പോഴാണ് അവരുടെ സ്വെറ്റ് ഗ്ലാൻസ് മോർ ആക്റ്റീവ് ആകുന്നത്. അതുവരെ അവർ വളരെ ഡോർമൻ സ്റ്റേജിലായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. പിന്നെ ഫൈൻ ആൻഡ് സിൽക്കി ഹെയർ ആൻഡ് തിൻ നെയിൽസ് ഇൻ നിയോനേറ്റ്സ്. അതായത് നിയോനേറ്റ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹെയർ വളരെ ഫൈൻ ആൻഡ് സിൽക്കി ആയിരിക്കും, നെയിൽസ് വളരെ തിന്നായിരിക്കും. നമുക്ക് കൈകൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കി കളയാം. അതുപോലെ തന്നെ അല്ല നമ്മുടെ ഈ ഒരു അഡൽട്ട്സിൻ്റെ കൂട്ട് ഒരു നെയിൽ കട്ടറൊന്നും ഉപയോഗിച്ച് ചിലപ്പം കട്ട് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അല്ലാതെ തന്നെ വളരെ തിന്നായിരിക്കും. അത് കൈകൊണ്ട് പീൽ ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ തിൻ നെയിൽസൊക്കെ ആയിരിക്കും അവർക്ക് നിയോനേറ്റ്സിന്. പിന്നെ ഇനി യൂറിനറി സിസ്റ്റത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മെയിൻലി ചിൽഡ്രൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് യൂറിൻ കോൺസെൻട്രേറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും, എസ്പെഷ്യലി ഫോർ ഇൻഫൻസ്. മനസ്സിലായോ? അതുകൊണ്ട് പിന്നെ തന്നെയല്ല ഒത്തിരി നമ്മുടെ യൂറിനറി സിസ്റ്റം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഒരുപാട് റീനൽ പ്രൊഡക്ഷൻ, അനാറ്റമി ഒത്തിരി പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടായാൽ അവിടെ ഡാമേജിലാകുന്ന ആ ബോമാൻസ് ക്യാപ്സുളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, റീനൽ ട്യൂബ്യൂൾസ്, ഇതെല്ലാം അനാറ്റമിക്കൽ സ്ട്രക്ചർ എല്ലാം തന്നെ റീപ്ലേസ്ഡ് ആകും. മനസ്സിലായോ? അപ്പോൾ ഒരിക്കൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ വന്ന് കുറേ റീനൽ സ്ട്രക്ചേഴ്സൊക്കെ ഡാമേജ് ആയാൽ പോലും അതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യാനുള്ള കഴിവ് കുട്ടികളിലുള്ളത് കൊണ്ട് ഒരിക്കലും അക്യൂട്ട് റീനൽ ഫെയിലിയർ ക്രോണിക് റീനൽ ഫെയിലിയറിലേക്ക് പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനൊരു അക്യൂട്ട് റീനൽ ഫെയിലിയറിനുള്ള ഒരു വന്നാൽ തന്നെ ആ നശിച്ചു പോകുന്ന റീനൽ പോർഷൻസിനൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടികൾക്കുണ്ട്.
അതേസമയം അഡൾട്ട്സിന് നേരെ ഓപ്പോസിറ്റാണ്. അവർക്ക് അക്യൂട്ട് റീനൽ ഫെയിലിയർ ഓൾറെഡി അവർ മെച്യൂർ ആയിട്ടുള്ള റീനൽ ബോമാസ് ക്യാപ്സ്യൂളും റീനൽ ട്യൂബ്യൂൾസും ഒക്കെയാണ് അവർക്കുള്ളത്. അപ്പോൾ അത് കുറച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യാനുള്ള വേറെ ഒരു ഗ്രോത്ത് മെക്കാനിസം അഡൾട്ട്സിൽ നടക്കത്തില്ല. മനസ്സിലായി? അപ്പോൾ അഡൾട്ട്സിന് അക്യൂട്ട് റീനൽ ഫെയിലിയർ വരുന്നത് കുറേ കൂടെ ഡേഞ്ചറസാണ്. കാരണം ദേ വിൽ ഗോ ടു ക്രോണിക് റീനൽ ഫെയിലിയർ. അതേസമയം കുട്ടികളിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ വന്നാൽ അത് രോഗം ഭേദമാകും, റീനൽ സ്ട്രക്ചേഴ്സും പഴയതുപോലെയൊക്കെ ഫങ്ഷനിങ് ആകും, അവർ ക്രോണിക് റീനൽ ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അതാണ് പറയുന്നത് ലെസ് പോസിബിലിറ്റി ഓഫ് ക്രോണിക് റീനൽ ഫെയിലിയർ ടു ഫോളോ അക്യൂട്ട് റീനൽ ഫെയിലിയർ. ഓക്കെ, ഇനിയുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് ന്യൂ ബോൺസ്, റോങ് ആയിട്ട് അതിനകത്തിരിക്കുന്നത്, ന്യൂ ബോൺസ് ഐസ് ആർ നോട്ട് അനാറ്റമിക്കലി മെച്യൂർ. ഐസ് ഒരിക്കലും അനാറ്റമിക്കലി മെച്യൂർ അല്ല കുട്ടി ജനിക്കുമ്പോൾ തന്നെയുള്ള ന്യൂനെസിൻ്റെ കാര്യത്തിൽ. പക്ഷേ അവർക്ക് പെയിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവും വലിയ വലിയ നോയ്സിനോട് ജനിക്കുമ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൈക്കുട്ടിയെയൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തെങ്ങാനും ഒരു വലിയ കുട്ടി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ഞെട്ടി ഹോൾ ബോഡി മൂവ്മെൻ്റ് ഒക്കെ കാണിക്കും. അത് അവർക്ക് ഹൈ വോളിയം ഓഫ് വോയിസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവാണ് കാണിക്കുന്നത്. പക്ഷേ അവർക്ക് പെയിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും. പക്ഷേ അവർക്ക് അവരുടെ ഐസ് ഒന്നും അതിൻ്റെ ഫങ്ഷനിങ് ഒന്നും കംപ്ലീറ്റ് ആയില്ല, മെച്യൂർ ആയില്ല. ഓക്കെ, പിന്നെ റിഫ്ലെക്സസ് ഫെയ്ഡ് ഇൻ വേരിയസ് ടൈംസ് അപ് ടു 1 year. അതായത് നമുക്കറിയാമല്ലോ, കുട്ടികളെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരുപാട് റിഫ്ലെക്സസ് പഠിക്കുന്നുണ്ട്. കോർണിയൽ റിഫ്ലെക്സ്, ഒരുപാട് റിഫ്ലെക്സ് നമ്മൾ പഠിക്കും. ആ റിഫ്ലെക്സ് എല്ലാം തന്നെ ഗ്രാജുവലി അങ്ങ് സ്റ്റോപ്പ് ആകും. അത് ഓരോന്നും ഓരോ അതായത് 1 വയസ്സാകുമ്പോഴത്തേക്ക് ഗ്രാജുവലി എല്ലാ ഈ റിഫ്ലെക്സും ഫെയ്ഡ് ചെയ്തിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആദ്യമേ നമ്മൾ മോറോ റിഫ്ലെക്സ്, അങ്ങനെ ഒരുപാട് റിഫ്ലെക്സ് പഠിക്കുന്നുണ്ടല്ലോ. സക്കിങ് റിഫ്ലെക്സ്, അങ്ങനെ ഒത്തിരി റിഫ്ലെക്സ് കുട്ടികളിൽ പഠിക്കുന്നുണ്ട്. ആ റിഫ്ലെക്സ് ഒക്കെ നോർമലി വേണ്ട റിഫ്ലെക്സ് ആണ്. പക്ഷേ ഗ്രാജുവലി ഇത് സ്റ്റോപ്പ് ആകും. 1 വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാ റിഫ്ലെക്സും മോറോർലെസ് ഫെയ്ഡ് ആയിരിക്കും. പിന്നെ ഇനി എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ കാര്യം എടുത്താൽ, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയിങ് ലെവൽ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ. മനസ്സിലായോ? അത് അവർക്ക് പല ഏജ് ഗ്രൂപ്പിലും പല ലെവലിലുള്ള തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാകും കുട്ടികളിൽ. ഈ തൈറോയ്ഡ് ഹോർമോൺ പ്രത്യേകിച്ചും ലെവൽസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആർ ഗ്രേറ്റർ ഇൻ പ്യൂബർട്ടി ഇൻ ഗേൾസ് ആൻഡ് വുമൺ ദാൻ ഇൻ യങ്ങർ ചിൽഡ്രൻ ആൻഡ് മെൻ. അതായത് എന്ന് വെച്ചാൽ ആ സമയത്താണ് അവർക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കൂടുതൽ വേണ്ടത്, അല്ലേ? അതായത് ഒരു കൗമാരപ്രായം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ആ സമയത്ത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ട കൂടുതൽ ലെവൽ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ് കുട്ടികളിൽ ഉണ്ട്. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം വേറെ പറയുന്നത് സ്മോൾ അഡ്രിനൽ ഗ്ലാൻഡ് ഇൻ ഇൻഫൻസി. ഇൻഫൻസിയിൽ ഇവരുടെ അഡ്രിനൽ ഗ്ലാൻഡ് വളരെ ചെറുതായിരിക്കും. പക്ഷേ അത് പ്രായം മുന്നോട്ട് പോകുന്ന അനുസരിച്ച് അതിൻ്റെ ഫങ്ഷൻ കൂടി വരും, പ്രത്യേകിച്ച് പ്യൂബർട്ടി ഒക്കെ ആകുമ്പോഴത്തേക്ക്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് സ്മോൾ അഡ്രിനൽ ഗ്ലാൻഡ്സ് ഇൻ ഇൻഫൻസി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 1 year ഓഫ് ലൈഫ് ആണല്ലോ. അന്നേരം അവരുടെ അഡ്രിനൽ ഗ്ലാൻഡ്സ് വളരെ ചെറുതായിരിക്കും. പിന്നെ അത് സൈസ് എല്ലാം കൂടി അതിൻ്റെ ഫങ്ഷനിങ് കൂടും വെൻ ദ ചൈൽഡ് ഗോസ് ടു പ്യൂബർട്ടി. പിന്നെ ഇനിയും മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞാൽ, അതായത് നമുക്കറിയാമല്ലോ, ഓസിഫിക്കേഷൻ ഓഫ് ഫേഷ്യൽ ബോൺസ് ആൻഡ് സ്കൾ ബോൺ ടേക്സ് പ്ലേസ് വെൻ ദ ചൈൽഡ് ഈസ് ഇൻ ദ യൂട്രസ്. മനസ്സിലായോ? അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പം തന്നെ ഫേഷ്യൽ ബോണിൻ്റെയും സ്കൾ ബോണിൻ്റെയും ഓസിഫിക്കേഷനൊക്കെ കഴിയും. ബാക്കി ബോണെല്ലാം തന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞ് ആണ് ഡെവലപ്മെൻറ്റ് ഗ്രാജുവലി നടന്ന് അഡോളസൻസ് ആകുമ്പോഴത്തേക്കേ കംപ്ലീറ്റ് ആകത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഓസിഫിക്കേഷൻ ഓഫ് ദി ഫേഷ്യൽ ബോൺസ് ആൻഡ് സ്കൾ ബോൺസ് gets completed in the when the child is in uterus itself, but after birth only the remaining bones get maturity, and the maturity will be completed at the time of by the end of adolescence. പിന്നെ അതുപോലെ തന്നെ ഹെഡിൻ്റെ ലെങ്ത്തും അതായത് അതിൻ്റെ സൈസ് ഇതൊക്കെ പ്രായമനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ജനിച്ചപ്പോൾ ന്യൂ ബോണിൻ്റെ തല വലുതാണെന്നും അത് ബോഡി വെയ്റ്റിനെയും ബോഡിയുടെ സ്ട്രക്ചറിനെയും കമ്പയർ ചെയ്യുമ്പോൾ അത് കുട്ടിയുടെ തല ഡിസ്പ്രൊപ്പോർഷനേറ്റായിട്ട് തോന്നാം വെൻ ഇറ്റ് ഇസ് കമ്പയർഡ് വിത്ത് അഡൾട്ട്. എന്നിട്ട് ആ സൈസ് കുറഞ്ഞു വന്ന് പ്രൊപ്പോർഷനേറ്റായിട്ട് കുട്ടിയുടെ ഗ്രോത്ത് മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ അതായത് ലെങ്ത് ഓഫ് ദ ഹെഡ്, വെയ്റ്റ് ഓഫ് ദ ഹെഡ് ഇതെല്ലാം വേരി ചെയ്ത് നോർമൽസിയിലേക്ക് വരും.
അതാണ് മസ്കുലോസ്കെൽറ്റത്തിൽ മെയിൻലി അറിയേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യം ഓർക്കണം. മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ മെയിൻലി സ്കെൽറ്റൽ സിസ്റ്റത്തിൽ അതായത് ഓസിഫിക്കേഷൻ ഓഫ് ദി സ്കൾ ബോണും ഫേഷ്യൽ ബോണും, തലയിലുള്ള ബോൺസിൻ്റെ എല്ലാ ഓസിഫിക്കേഷൻ കുട്ടി യൂട്രസിലാകുമ്പം തന്നെ നടന്നിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ബോൺസിൻ്റെയൊക്കെ ഗ്രോത്തും സ്ട്രക്ചറും കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, പിന്നെ ഇനി അടുത്ത ബേസൽ മെറ്റബോളിക് റേറ്റാണ് നോക്കണ്ടേ. അതായത് ഇതിനകത്ത് ബേസൽ മെറ്റബോളിക് റേറ്റ് BMR എന്നൊക്കെ നമ്മൾ പറയും. അത് വളരെ ഹൈ ആണ് നിയോനേറ്റിൽ. എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങോട്ട് ജനിച്ച് വീണതേ ഉള്ളൂ, അവർക്ക് വളരെ റാപ്പിഡ് ഗ്രോത്ത് അണ്ടർഗോ ചെയ്യുന്ന കുട്ടികളാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വെൻ ഇറ്റ്സ് കമ്പയർഡ് ടു അഡൽട്ട്. അപ്പോൾ അവരുടെ മെറ്റബോളിക് റേറ്റ് വളരെ പെട്ടെന്ന് നടക്കും. പ്രത്യേകിച്ച് പിന്നെ ഒരു 1.5 വയസ്സൊക്കെ 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഇൻഫൻസിയിലാണ് എപ്പോഴും നിയോനേറ്റൽ പീരീഡിൽ ഇൻഫൻസിയിൽ ഒരു 1.5 വയസ്സ് വരെ BMR വളരെ റാപ്പിഡായിരിക്കും. പിന്നെ അത് അഡൽട്ട് വാല്യൂവിലേക്ക് എത്തുന്നത് പ്യൂബർട്ടി ആകുമ്പോഴാണ്. പ്യൂബർട്ടി ആകുമ്പോഴത്തേക്ക് ഈ BMR കുറഞ്ഞു വന്ന് അഡൽട്ട് റേറ്റിലേക്ക് പോകും. ഓക്കെ, അതാണ് ബേസൽ മെറ്റബോളിക് റേറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്. അതായത് ഇൻഫൻസ് ഹാവ് എ പൊട്ടൻഷ്യലി ഗ്രേറ്റർ വാട്ടർ ലോസ്. അതായത് കുട്ടികൾക്ക് ബോഡിയിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് ചെറിയ ഏജിൽ ഡയറിയൊക്കെ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. കുട്ടികൾക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ അവർ ഇലക്ട്രോലൈറ്റ്സും ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് അവരെ IV ഫ്ലൂയിഡ് കൊടുക്കുകയൊക്കെ ചെയ്യും. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി അവരുടെ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് ഇൻഫൻസ് ഗ്രേറ്റർ വാട്ടർ ലോസിനൊരു സാധ്യത അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇൻഫൻസ് ഹാവ് പൊട്ടൻഷ്യലി ഗ്രേറ്റർ വാട്ടർ ലോസ്. പിന്നെ ദ ടോട്ടൽ ബോഡി വാട്ടർ ഇൻ ഇൻഫൻസ് ഈസ് നിയർലി 750 ml per kilogram ബോഡി വെയ്റ്റ്. അതായത് അവർക്ക് എത്രമാത്രം ബോഡി വെയ്റ്റ് ഉണ്ടോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അവരുടെ ടോട്ടൽ വാട്ടർ കണ്ടൻറ്റ് ബോഡി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്ലൂയിഡ്സ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് അങ്ങനെയാണ് അറിയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യം ഇതിനകത്ത് കൂടുതലായിട്ട് വന്ന കാര്യമാണ് ഈ പറഞ്ഞ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസിലെ പ്രത്യേകതകൾ. പിന്നെ റെഗുലേറ്ററി ബോഡി ടെമ്പറേച്ചർ. അതായത് ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷനിൽ വരുന്ന ഒരു കാര്യമാണ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ എപ്പോഴും നോർമൽസിയിലായിരിക്കണം. ഓരോ വ്യക്തിയുടെയും ടെമ്പറേച്ചർ നോർമൽ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് അല്ലേ, അതായിരിക്കണം. ഈ ടെമ്പറേച്ചർ തണുപ്പ് കാലം വരുമ്പോഴും ചൂടുകാലം വരുമ്പോഴും ഒക്കെ തന്നെ റെഗുലേഷൻ നടത്തി ഈ ബോഡി ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഫിസിയോളജിക്കൽ ഫങ്ഷനാണ്. മനസ്സിലായോ? അതിന് മെയിൻലി ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ ബ്രെയിനിലുണ്ട്. ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്റർ അതിന് പറയുന്ന മറ്റേ പേരാണ് ഹൈപ്പോതലാമസ് എന്നൊക്കെ പറയും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മെക്കാനിസം നല്ലപോലെ നടത്തണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കുട്ടികളിൽ പൂവർ തെർമോ റെഗുലേറ്ററി മെക്കാനിസം ആണ് ന്യൂ ബോണിൽ. എന്തുകൊണ്ടാണ്? അവരുടെ ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്റർ നല്ലപോലെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകുമ്പം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വളരെ കമ്പിളിയും ഒരുപാട് പുതപ്പൊക്കെ ഇട്ട് കമ്പിളിയൊക്കെ ഇട്ട് പുതപ്പിച്ചിട്ട് അത് എക്സ്പോസ് ചെയ്ത് കുട്ടികളെ നമ്മളൊരിക്കലും കിടത്താറുമില്ല. കാരണം ന്യൂനേറ്റ്സ് എന്ന് പറയുന്ന ന്യൂ ബോൺ കുട്ടികളുടെ ഹീറ്റ് റെഗുലേഷൻ സെൻറ്റർ വെൽ ഡെവലപ്ഡ് അല്ല. അതുകൊണ്ട് അവർക്ക് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആദ്യം ബിഗിനിങ്ങിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ ഹൈപ്പോതെർമിയയിൽ പോകും. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞാൽ അവരുടെ ടെമ്പറേച്ചർ 37 ഡിഗ്രിയിൽ നിന്ന് താഴെ പോയാൽ അതിന് ഒത്തിരി അവർക്ക് കൺവൾഷൻ ഉണ്ടാകാം, പല പ്രോബ്ലം, അവരുടെ ബോഡി ഫങ്ഷനിങ് ഒന്നും പ്രോപ്പർലി നടക്കത്തില്ല, മെറ്റബോളിസം ശരിക്കും നടക്കത്തില്ല, ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഒന്നും നല്ലപോലെ വർക്ക് ചെയ്യത്തില്ല. കാരണം അങ്ങനെ വരുമ്പോൾ ആപ്റ്റായിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുട്ടിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷനാണ്. അപ്പോൾ അത് പുവർ തെർമോ റെഗുലേഷനാണ് ന്യൂ ബോൺസിൽ. മനസ്സിലായോ? അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഹൈപ്പോതലാമസ് ഹീറ്റ് റെഗുലേറ്റിംഗ് സെൻറ്റർ ഓഫ് ദി ബ്രെയിൻ ഈസ് ഇമ്മച്വർ. മനസ്സിലായോ? തന്നെയല്ല ഷിവറിങ് ആൻഡ് സെറ്റിംഗ് മെക്കാനിസം അണ്ടർ ഡെവലപ്ഡ്. ഇപ്പം നമ്മൾ സാധാരണ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഒരാൾ പെട്ടെന്ന് നമ്മളെന്തോ അതിന് പറയുന്നത് ഷിവർ ചെയ്യുക എന്ന് പറയും. ഈ ഷിവർ ചെയ്യുന്ന എന്തിനാണ്? നമ്മുടെ ആ കുറഞ്ഞു പോയ ടെമ്പറേച്ചറിനെ കൂട്ടി നോർമൽസിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു മെക്കാനിസമാണ് ഷിവറിങ്ങും സെറ്റിങ്ങും മെക്കാനിസം ഒക്കെ.
ഇപ്പം സ്വെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് സെറ്റ് വെളിയിൽ പോകുമ്പോൾ അത് ഇവോപ്പറേറ്റ് ചെയ്യും. ഇവോപ്പറേറ്റ് ചെയ്യുന്നുണ്ടേ ബോഡിയിൽ നിന്ന് കുറച്ച് ഹീറ്റ് എടുത്താലേ ആ ലിക്വിഡ് ഫോം ഇവോപ്പറേറ്റഡ് ആയിട്ട് മാറത്തുള്ളൂ, സ്വെറ്റ് എന്ന് പറയുന്ന ലിക്വിഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോഡിയിൽ നിന്ന് തന്നെ കുറച്ച് ഹീറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ബോഡിയുടെ ഹൈ ടെമ്പറേച്ചർ കുറഞ്ഞ് താഴേക്ക് വരും. അതുകൊണ്ടാണ് സ്വെറ്റിങ് അത്യാവശ്യമായിട്ടുള്ളൊരു മെക്കാനിസമാണ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഷിവറിങ്ങും. പക്ഷേ ന്യൂ ബോൺസിൽ ഈ പറയുന്ന ഷിവറിങ്ങും സെറ്റിങ്ങും ലോ ഇൻ ന്യൂ ബോൺസ് ആൻഡ് ഓൾസോ യൂസ് ഓഫ് ബ്രൗൺ ആഡിപ്പോസ് ടിഷ്യൂ വിൽ ബി യൂസ്ഡ് ഫോർ ദ കറക്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള മെക്കാനിസം അവർ കുറവാണ്. മനസ്സിലായോ? സോ ദ ഷിവറിങ് തെർമോജെനിസിസ് ഇൻ ന്യൂ ബോൺ വിത്ത് ദ യൂസ് ഓഫ് ബ്രൗൺ ആഡിപ്പോസ് ടിഷ്യൂ. അതായത് ഷിവറിങ് നടക്കുന്നില്ല, അതുപോലെ തന്നെ സെറ്റിങ്ങും ഇല്ല. നമുക്ക് സെറ്റ് ഗ്ലാൻസ് ആദ്യം ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ സെറ്റ് ഗ്ലാൻസിൻ്റെ ആക്ടിവിറ്റി എഫിഷ്യൻ്റ് അല്ല, ആക്റ്റീവ് അല്ല. ഷിവറിങ് എന്ന് പറയുന്ന മെക്കാനിസം അവരിലില്ല. അതുകൊണ്ട് അവർ പിന്നെ എങ്ങനെയാണ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റെൻറ്റ് വരെ ആഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഹെൽപ്പോടെയാണ്. ഓക്കെ, അതാണ് റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. പിന്നെ so when exposed to hot and cold environment, newborn babies lack the capacity to regain normal body temperature by shivering and setting. പക്ഷേ ഈ രണ്ട് മെക്കാനിസവും അഡൽട്ടിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ, കുട്ടികളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ദെൻ ദ യുണീക് ഫീച്ചർ ഓഫ് ന്യൂ ബോൺ ഈസ് ദേ ഹാവ് ബ്രൗൺ ആഡിപ്പോസ് ടിഷ്യൂ വിത്ത് ഹീറ്റ് ക്യാൻ ബി ലിബറേറ്റഡ് ബൈ നോൺ ഷിവറിങ് തെർമോജെനിസിസ്. അപ്പോൾ നോൺ ഷിവറിങ് തെർമോജെനിസിസിൽ ഉള്ള മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആഡിപ്പോസ് ടിഷ്യൂ എടുത്ത് യൂട്ടിലൈസ് ചെയ്താണ്. ഓക്കെ, ഇനി അടുത്തത് സൈക്കോളജിക്കൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫറൻസ് ആയിരുന്നു. ഇനിയും സൈക്കോളജിക്കൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട വികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ചൈൽഡ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് അവർ ഡിഫറെൻറ്റ് സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നില്ല. ജനിപ്പിക്കുമ്പം തൊട്ട് അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ എത്തുന്നിടം വരെ ഇൻഫൻസി ഉണ്ട്, ടോട്ടലറുണ്ട്, പ്രീ സ്കൂളറുണ്ട്, ചൈൽഡ്ഹുഡ് പീരീഡ് ഉണ്ട്, ദെൻ അഡോളസൻ്റ്. അപ്പോൾ ഇത്രയും സ്റ്റേജിൽ കൂടെ അവർ കടന്നു പോകുമ്പോൾ അവരുടെ സൈക്കോളജിക്കൽ ഡിഫറൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെയാണെങ്കിലും നമുക്കറിയാം, ആദ്യത്തെ ഏജിൽ പറഞ്ഞാൽ ആദ്യത്തെ ഇൻഫൻസി നോക്കിയാൽ കുട്ടികൾ കരഞ്ഞേ ആയിരിക്കും അതിൻ്റെ ഡിസ്കംഫർട്ടൊക്കെ കാണിക്കുന്നത്, അല്ലേ? കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു 3 വയസ്സ് വരെ ആകുമ്പം കുറേ കൂടെ കുട്ടികൾക്ക് ടെമ്പർ ടാൻഡംസ് കാണിക്കും, അവർ വാശി കാണിക്കും, ദുശ്ശാഠ്യം കാണിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അതേസമയം ഇൻഫൻറ്റിനൊന്നും കാണിക്കാൻ പറ്റില്ല. കുറേ കൂടെ കഴിയുമ്പം പ്രീ സ്കൂളർ ആകുന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാകുന്നു, ബ്രെയിൻ കുറേ കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അപ്പോൾ തിങ്കിങ്, റീസണിങ്, ഇമാജിനിങ് ഇതൊക്കെ അവർക്ക് പറ്റും. അപ്പോൾ ആ തരത്തിലായിരിക്കും അവരുടെ ബിഹേവിയർ, അവരുടെ ഇമോഷണൽ ബിഹേവിയർ. പിന്നെ കുറേ കൂടെ പ്രായമാകുന്നുണ്ടെങ്കിൽ അവർ കുറേ കൂടെ അവർക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ദി ബ്രെയിൻ കുറേ കൂടെ മെച്ചർ ആകുന്നുണ്ടെങ്കിൽ അവർ കുറേ കൂടെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ കാണിക്കും. അങ്ങനെ അഡൾട്ട്ഹുഡ് വരുമ്പോഴത്തേക്ക് അവർക്ക് മൊറോർലെസ് ദേ ആർ സിമിലർ ടു ദ അഡൾട്ട്, അല്ലെങ്കിൽ അഡോളസെൻസ് എന്ന് പറയുമ്പം കമ്മിങ് ടു ദ നിയർ സ്റ്റേജ് ഓഫ് അഡൾട്ട്ഹുഡ്. അപ്പോൾ അവർക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും തെറ്റെന്താ ശരിയെന്ന് മനസ്സിലാക്കാനും തിങ്കിങ്, റീസണിങ്, ഇമാജിനിങ്, പ്രോബ്ലം സോൾവിങ്, ഡേ ഡ്രീമിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കപ്പാസിറ്റികളൊക്കെ അവർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അന്നേരം അവരുടെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഓൾഡർ ചിൽഡ്രൻസ് ആർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ ഇൻ കമ്മ്യൂണിക്കേഷൻ. അത് സത്യമല്ലേ? അതായത് 1 വയസ്സുള്ള കൊച്ചിന് ഒന്നും പറയാൻ പറ്റില്ല, അതിന് ലാംഗ്വേജ് അറിയത്തില്ല, അതിനാകെ കരയാനേ അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണിക്കേഷനും കരച്ചിൽ കൂടെ ആയിരിക്കും, അല്ലേ? കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി അമ്മ പോയി നോക്കും, ആ കുട്ടിയുടെ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടോ, പാമ്പർ ഒരുപക്ഷെ വെറ്റാണോ, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് വെറ്റാണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പെയിൻഫുൾ സ്റ്റിമുല എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് വിശക്കുന്നുണ്ടോ, ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കരച്ചിൽ കൂടെ. അത് കഴിയുമ്പം കുറേ കൂടെ മുന്നോട്ട് വരുന്നോണ്ടേ കുറേ കൂടെ ലാംഗ്വേജ് ഫോർമേഷൻ ആകും, ഡെവലപ്മെൻ്റ് ആകും, എക്സ്പ്രഷൻ കാണിക്കുന്ന അവസ്ഥയാകും, ഫേഷ്യൽ ആൻഡ് എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, ഇങ്ങനെല്ലാം തന്നെ കുട്ടികളുടെ മനസ്സിലുള്ള ഫീലിങ്സിനെ ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെക്കാനിസം അവർ കമ്മ്യൂണിക്കേഷനിൽ കൂടെ കാണിക്കും. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെയല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ വി ക്യാൻ സേ ദാറ്റ് ഓൾഡർ ചിൽഡ്രൻ ആർ ലൈക്ലി ടു ബി സക്സസ്ഫുൾ ഇൻ കമ്മ്യൂണിക്കേഷൻ. പിന്നെ an infant cannot explain about pain, but older child may use signs of discomfort.
അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് പെയിൻ വന്നാൽ, ഒരു ഇൻഫൻറ്റിന് പെയിൻ വന്നാൽ അതിന് പെയിൻ ഉണ്ടെന്ന് കരയുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ചിലപ്പം. പക്ഷേ ആ കുട്ടിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇന്നടത്താ വേദന, അല്ലെ എനിക്ക് തലവേദനയാണ്, അല്ലെ എൻ്റെ പുറത്ത് വേദനയാണ്, എൻ്റെ കാലേ വേദനയാണ്, അല്ലെ വയറുവേദനയാണ്, ഇതൊന്നും പറയാൻ ഇൻഫൻസിന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇൻഫൻറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് പെയിൻ, ബട്ട് ഓൾഡർ ചിൽഡ്രൻ മേ യൂസ് സൈൻസ് ഓഫ് ഡിസ്കംഫർട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ഇൻഫൻസിനെയാണ് കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട്? അതിന് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആകപ്പാടെ കരയാനേ അറിയത്തുള്ളൂ, കരച്ചിൽ കൂടെയാണ് അത് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട്ലി വാട്ട് ഈസ് ദ ഡിസ്കംഫർട്ട് ഓഫ് ദി ഇൻഫൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെയർ കൊടുക്കുന്നവർ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ നോക്കി കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാനോ ചെയ്യാനോ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇൻഫൻറ്റ്സ് കനോട്ട് എക്സ്പ്ലെയിൻ അബൌട്ട് പെയിൻ, ബട്ട് ഓൾഡർ ചൈൽഡ് മേ യൂസ് സൈൻസ് ഓഫ് ഡിസ്കംഫർട്ട്. ഓക്കെ, ഇനി ഡിഫറൻസ് ഓഫ് ഇൽനെസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൽട്ട്, അത് മൂന്നാമത്തെ ഭാഗമാണ്. അതായത് ഞാൻ പറഞ്ഞില്ല 3 ഭാഗമായിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഒന്ന് അനാറ്റമി ആൻഡ് ഫിസിയോളജി പഠിച്ചു, പിന്നെ സൈക്കോളജിക്കൽ എക്സ്പ്രഷൻ ഓഫ് തിങ്സ് എങ്ങനെയാണെന്ന് പഠിച്ചു, അതിലുള്ള ഡിഫറൻസ് അഡൾട്ട്സിലും കുട്ടികളിലും എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ഡിഫറൻസ് ഓഫ് ഇൽനെസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ്, അതായത് ഒരു രോഗം വരുമ്പോൾ അത് അഡൾട്ട്സിൽ എങ്ങനെയാണ് അതിൻ്റെ മാനിഫെസ്റ്റേഷനും പത്തോഫിസിയോളജിയൊക്കെ എങ്ങനെയാണ്, കുട്ടികളിൽ എങ്ങനെയാണ്, ഇത് രണ്ടും ഒരുപോലെ അല്ല, വ്യത്യസ്തമായിട്ടാണ്. കാരണം എന്തുകൊണ്ടാണ്? കുട്ടികളുടെ അനാറ്റമിയിൽ തമ്മിൽ വ്യത്യാസമുണ്ട്, അവരുടെ ഫിസിയോളജിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പത്തോഫിസിയോളജി ഡിഫറൻസ് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡിഫറൻസ് ഓഫ് ഇൽനെസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിൻലി പറയുന്നത് ചിൽഡ്രൻ ഡ്യൂ ടു ഇമ്മച്യൂരിറ്റി ആർ മോർ പ്രോൺ ടു അക്വയർ മെനി കണ്ടീഷൻസ്, ഡിസീസ് കണ്ടീഷൻ വിച്ച് ആർ നോട്ട് സീൻ ഇൻ അഡൾട്ട്സ് ദീസ് ഡിസീസസ് ആർ. അതായത് കുട്ടികളിൽ ചില രോഗങ്ങൾ കുട്ടികളുടെ രോഗമായിട്ട് മാത്രം കാണാറുണ്ട്, പക്ഷേ ഈ രോഗങ്ങളൊന്നും തന്നെ അഡൾട്ട്സ് കാണാറില്ല. മനസ്സിലായോ? അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBC, ബ്ലഡിലെ RBC അബ്നോർമലായിട്ട് അത് പെട്ടെന്ന് ഡിസ്ട്രോയ്ഡ് ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അത് കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു രോഗമാണ്. RBCസിനെ കൂടുതൽ ഡിസ്ട്രോയ്ഡ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ. ഇത് കൂടുതലുണ്ടാകുന്നത് നെഗറ്റീവ് മദറിന് പോസിറ്റീവ് ബേബി ഉണ്ടാകുമ്പോഴൊക്കെ ഇതുണ്ടാകുന്നത്. മനസ്സിലായി? അപ്പം അതിനകത്ത് ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു രോഗമാണ് ഇത്. അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ RBC ഒത്തിരി ഡിസ്ട്രോയ്ഡ് ആയി പോകുന്നു. മനസ്സിലായോ? അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിലുള്ള എന്തെങ്കിലും അബ്നോർമൽ ഫാക്ടേഴ്സ് കുട്ടിയുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫാക്ടർ കുട്ടിയുടെ RBCസിനെ ഒത്തിരി നശിപ്പിച്ച് കളയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. അത് കുട്ടികളിൽ മാത്രം കാണുന്ന ഒരു രോഗമാണ്. പിന്നെ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്, അതായത് ചില നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലൊക്കെ ചില വൈറ്റമിൻസും മിനറൽസും ഒന്നും ആഡിക്വേറ്റ്ലി ഇല്ലെങ്കിൽ കുട്ടി ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സൊക്കെ കാണിക്കും. പ്രത്യേകിച്ച് പിന്നെ പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്കറിയാം പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ ഉണ്ടാകാം. പിന്നെ കഴിക്കുന്ന ഫുഡിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ മരാസ്മസ്, ഇങ്ങനൊരു രോഗം ഉണ്ടാകാം. പ്രോട്ടീൻ ഇല്ലെങ്കിൽ കോഷിയർക്കർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകും. ഇതൊക്കെ നിങ്ങൾ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ നിങ്ങൾ വേറെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്ന, അത് പഠിച്ചൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി, B കോംപ്ലക്സ് ഡെഫിഷ്യൻസി, വൈറ്റമിൻ C. അതായത് അവർക്ക് നമുക്കറിയാം B കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ അല്ല, അതൊരു കോംപ്ലക്സ് ഓഫ് വൈറ്റമിനാണ്. തൈമിനുണ്ട്, റൈബോഫ്ലേവിനുണ്ട്, B12 ഉണ്ട്, അങ്ങനെ ഒത്തിരി B കോംപ്ലക്സ് കമ്പോണൻ്റ് ഉണ്ടല്ലോ. അതിലേതെങ്കിലുമൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിൻ്റേതായ പ്രോബ്ലംസും ഡിസീസും ഉണ്ടാകാം. അതും കൂടുതലും കുട്ടികളിലാണ്, അഡൾട്ട്സിൽ കാണുന്നതിനെക്കാട്ടിൽ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഉള്ളത് ആക്സിഡൻറ്റ്സ്, സ്കാൾസ് ആൻഡ് പോയിസണിങ്. അതായത് കുട്ടികൾക്ക് പല അശ്രദ്ധ കൊണ്ട് പല ഡിസീസുകൾ ഉണ്ടാകാം. കുട്ടികൾ മറിഞ്ഞു വീഴാം. ഇപ്പോൾ കട്ടിലിൽ നിന്ന് മറിഞ്ഞു വീഴുക, അല്ലെങ്കിൽ ഓടുകയും ചാടുക. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അവർ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടേ മറിഞ്ഞു വീണ് എല്ലൊടിയുകയൊക്കെ ചെയ്യാം. അതവരുടെ കാൽസിഫിക്കേഷൻ ഒന്നും പ്രോപ്പർലി ഗോയിങ് ഓൺ അല്ല. കുറച്ച് ബോണിൽ കാൽസ്യം കുറവായിരിക്കും, അതുകൊണ്ട് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ദേ ആർ അണ്ടർ ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത, അത് യങ് ഏജിൽ മറിഞ്ഞു വീഴാത്ത കുട്ടികളോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇഞ്ചുറി വരാത്ത കുട്ടികൾ വളരെ റെയറാണ്. കാരണം അല്ലെങ്കിൽ അതുപോലെ നമ്മൾ അച്ഛനും അമ്മയും അതുപോലെ ശ്രദ്ധിക്കണം. അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെയും കുട്ടി ഓടുമ്പോഴോ ചാടുമ്പോഴോ ഒക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ആക്സിഡൻറ്റ്സ്. അതല്ലെങ്കിൽ അല്ലാത്ത റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിലും ഒക്കെ പെടാം. അതുകൂടാതെ സ്കാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പൊള്ളുക. ഇപ്പം ഒരു മെഴുകുതിരി എവിടെയെങ്കിലും കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനറിയാവോ അതിൻ്റെ ഫ്ലെയിമിൽ കൊണ്ട് തൊട്ട് നോക്കിയാൽ കൈ പൊള്ളുന്നതിനെ അറിയില്ലല്ലോ. അപ്പോൾ അതിനെ അറിയാൻ വയ്യാതെ അജ്ഞതയുടെ പല കാര്യങ്ങളും സ്കാൾഡിങ്, ബേണിങ് ഇതൊക്കെ ഉണ്ടാകാം.
ഇപ്പോൾ ഇച്ചിരി വെള്ളം ഇരിക്കുന്നുണ്ട്, തിളച്ച വെള്ളം എങ്ങാനും ആയിരിക്കും ഇരുന്നത്, ആരെങ്കിലും കുളിക്കാൻ വേണ്ടി തിളപ്പിച്ചൊരു ബക്കറ്റിൽ വെച്ചേച്ച് പോയതായിരിക്കും. അപ്പോൾ കുട്ടി എന്ന് ഇത് ചൂടുള്ളതാണോ തണുത്താണെന്ന് അറിയാതെ കൈ അതിനകത്തിട്ടെന്ന് വരാം. മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ ചൂടുള്ള പാത്രം ഏതാ തണുത്ത പാത്രം ഏതാ ഇതൊന്നും അറിയാതെ കുട്ടി അതേപോലെ ടച്ച് ചെയ്തെന്ന് വരാം. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് സാധ്യത സ്കാൾഡ് ഫോർമേഷൻ, പിന്നെ ബേണിങ്, ഇതിനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പോയിസണിങ്, അതായത് ചില കുപ്പികളിലൊക്കെ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ കുട്ടിക്ക് അക്സസിബിൾ ആയിട്ടുള്ള പ്ലേസിലൊക്കെ വെച്ചാൽ കുട്ടി അറിയാതെ, പ്രത്യേകിച്ച് ടോട്ടലൊക്കെ ആണെങ്കിൽ വളരെ ക്യൂരിയസ് ആവര്, ഇതിനകത്ത് എന്താ ഇരിക്കുന്നത്, ഇത് കഴിക്കാൻ പറ്റുന്നതാണോ, മധുരമുള്ള വല്ലതാണോ, എടുത്ത് ചിലപ്പോൾ അങ്ങ് കഴിച്ചെന്നിരിക്കും. അപ്പോൾ അത് പോയിസണിങ്ങിനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന കുട്ടിയുടെ സ്റ്റേജിൽ സംഭവിക്കാവുന്നതാണ്. പക്ഷേ അഡൾട്ട് എന്ന് പറയുന്നവരാണ് ഇതൊന്നും അറിയത്തില്ല, പോയിസണിങ്ങും ഇങ്ങനെയുള്ള അറിയാത്ത വസ്തു എടുത്ത് കഴിക്കുക അങ്ങനെയുള്ള സാധ്യതയൊക്കെ കുറവാണ്. സ്കാൾഡിങ്, ബേണിങ്, അവർക്കൊക്കെ കെയർ എടുക്കാൻ അറിയാം, അതുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രായമുണ്ടല്ലോ. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് ആക്സിഡൻറ്റ് വരാനും ബേണ്, സ്കാൾഡ്, പോയിസണിങ് ഇതിനൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇനിയുള്ളത് ഇൻഫെക്ഷൻസ് ഡ്യൂ ടു ലെസ് ഇമ്മ്യൂണിറ്റി. അതും ചില രോഗങ്ങൾ, കുട്ടികൾക്ക് ജനറലി ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. ദേ ആർ ഓൺലി ഇൻ ദ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അവർ മെച്യൂർ ആയിട്ടില്ല, അവരുടെ റെസിസ്റ്റൻസ് പവർ അവർക്ക് വളരെ കുറവാണ്. അങ്ങനെ വരുമ്പം റെസിസ്റ്റൻസ് പവർ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പല പല രോഗങ്ങളും ഉണ്ടാകാം പ്രായമായ ആൾക്കാരെക്കാട്ടിലും. അപ്പോൾ അതാണ് പറയുന്നത് ഇൻഫെക്ഷൻസ് ഡ്യൂ ടു ലെസ് ഇമ്മ്യൂണിറ്റി. പിന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഇൻ ചിൽഡ്രൻ, അതായത് ഇപ്പോൾ തന്നെ ചില മാനസിക രോഗങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ലേണിംഗ് ഡിസോർഡർ, അല്ലെങ്കിൽ കോണ്ടക്ട് ഡിസോർഡർ, അങ്ങനെ കുട്ടികളുടേതായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുട്ടികൾക്കുണ്ടാകാം. അത് കുട്ടികളുടേത് മാത്രം, അത് അഡൾട്ടിൻ്റേത് പോലുള്ളതല്ല. മനസ്സിലാവും? അങ്ങനെയുള്ള രോഗങ്ങൾ ഒക്കെ കുട്ടികളുടേത് മാത്രമായ രോഗങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകാം. അപ്പോൾ അതാണ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് ഓഫ് ഇൽനെസ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അഡൾട്ട് ആൻഡ് ചിൽഡ്രൻ എന്നുള്ളത് 3 നമ്മൾ ഹെഡിങ്സിൽ പഠിച്ചു. ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ അനാറ്റമിക്കൽ ആൻഡ് ഫിസിയോളജി, ദെൻ ഡിഫറൻസ് ഇൻ സൈക്കോളജിക്കൽ ആസ്പെക്ട്, ആൻഡ് ഓൾസോ ഫൈനലി ഡിഫറൻസ് ഇൻ ഡിസീസ് കണ്ടീഷൻസ്. ഇത് 3 നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ നോട്ടിൽ ഇതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് എക്സാമ്പിളൊക്കെ ഉണ്ട്. പലയിടത്തും നമ്മൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത്രയും അഡൾട്ടിൽ നിന്ന് വ്യത്യസ്തമായ ഇത്രയും അനാറ്റമിയും ഫിസിയോളജിയും ചേഞ്ചസും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പ്രിക്കോഷൻസ് എടുക്കണമെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പല പല കാര്യങ്ങളിലും. ഇപ്പോൾ തന്നെ ട്രക്കിയ ചെറുതാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ യൂസ്റ്റേഷൻ ട്യൂബിന് ഷോർട്ടറാണ് സ്ട്രെയിറ്റ് ആണെന്ന് പറഞ്ഞു. അതെല്ലാം കുട്ടികളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കുട്ടികൾക്ക് കെയർ എടുക്കുമ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ എന്ത് പ്രിക്കോഷൻസ് എടുക്കണമെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് പവർ കുറവായതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ മ്യൂക്കസ് മെമ്പറൈൻ്റെ അളവ് കുറവാണ്, അതുകൊണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്, പ്രൊട്ടക്ഷൻ കുറവാണ്, അതുകൊണ്ട് എന്ത് കെയർ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് വിത്ത് റീസൺ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ നോട്ട് ആസിഡായിട്ട് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ട് അത് ഗോ ത്രൂ ചെയ്യാനും അത് പഠിച്ചു കഴിഞ്ഞ് ആൻസർ എഴുതാനും പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഇന്നലത്തെ നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിപ്പം ആദ്യമേ നോട്ട് തന്നു, പിന്നെ അത് കഴിഞ്ഞിപ്പം നിങ്ങൾ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്തു, പിന്നെ ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതി. വീണ്ടും ഞാൻ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ അഡൾട്ട് ആൻഡ് ചിൽഡ്രൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് നല്ലപോലെ തറവാണ്. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ, ഹൗ ദ ചിൽഡ്രൻസ് അനാറ്റമി ഈസ് ഡീവിയേറ്റഡ് ഫ്രം ദ നോർമൽ അഡൾട്ട് അനാറ്റമി, ഓർ ഹൗ ദ ഫിസിയോളജി ഓഫ് ചിൽഡ്രൻ ഈസ് ഡീവിയേറ്റഡ് ഫ്രം ദ അഡൾട്ട് ഫിസിയോളജി. മനസ്സിലായോ? ഓർ ഹൗ ദ ഡിഫറെൻറ്റ് ഡിസീസസ് ഒക്കർ ഡിഫറൻ്റ്ലി ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്. ഇതെല്ലാം നമുക്ക് വെൽ വേഴ്സ്ഡ് ആയി കാണും. അപ്പോൾ അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യനും ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇന്നലെ ഗോ ത്രൂ ചെയ്തു, ഇന്നിപ്പം ക്ലാസ്സും കഴിഞ്ഞു. നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം എഴുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1-2 കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഞാൻ പറയും. എന്തായാലും നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക ഇന്നത്തെ ഡിസ്കഷൻ. അത് കഴിയുമ്പോൾ ഞാൻ വേറെ കുറേ റീസൺസ് എന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങൾ ആൻസർ ചെയ്യണം. ഇതെല്ലാം നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതണം. എന്നിട്ട് ഞാൻ പറയും ഏതൊക്കെ കുട്ടികളോട് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യാമെന്ന്. എല്ലാവരും എഴുതുകയും വേണം. ഓക്കെ? അപ്പം ഇന്നത്തേത് നിങ്ങളെല്ലാം മനസ്സിലായല്ലോ. അതായത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡൾട്ട്സ് ആൻഡ് ചിൽഡ്രൻ ഇൻ ദ ആസ്പെക്ട് സച്ച് ആസ് അനാറ്റമി ആൻഡ് ഫിസിയോളജി, സൈക്കോളജിക്കൽ ആസ്പെക്ട്, ആൻഡ് ഓൾസോ ഇൻ ദ mechanism of thermoregulation, then electrolyte
electrolyte and fluid electrolyte maintenance, and also in difference in illness of children and adult. And what are the precautions a healthcare provider or a child health nurse has to consider while giving care on the basis of this difference in anatomy and physiology. ഇത് നമ്മൾ ചുമ്മാതെ പഠിക്കുന്നതല്ല, ഇത് നമ്മൾ നമ്മുടെ കാര്യത്തിലും, അതായത് പ്രത്യേകിച്ച് പേഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കൊക്കെ അച്ഛനും അമ്മയും ആകാൻ പോകുന്നവരാ, നിങ്ങൾക്കും കുട്ടികളുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കെയറിനകത്ത് നമുക്കിത് നമ്മുടെ സ്വന്തം ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ആ കുട്ടികളുടെ പ്രത്യേകതകൾ എന്താണെന്ന് എല്ലാ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം. അവർക്ക് ഒരുപാട് കാര്യം അറിയത്തില്ലെങ്കിൽ നമുക്ക് അവയർനെസ് അവർക്ക് കൊടുക്കാൻ പറ്റും എപ്പോഴും, നമുക്കിതൊക്കെ അറിയാമെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മളിതെല്ലാം അറിയണം, നമ്മളിത് പഠിക്കണം, നമ്മുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാം, മറ്റു കുട്ടികളുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് മറ്റുള്ളവർക്ക് ബോധവൽക്കരിക്കാൻ പോലും ഈ ഡിഫറൻസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയും പറയുന്ന ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾ യു ഹാവ് ടു ലിസൺ ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഓൾസോ റൈറ്റ് a few important questions. Okay.